ഹലോ, ഏവർക്കും മാർട്ട് ഫെയിം സാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവീട്ടിൽ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ചെട്ടികുളങ്ങര ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ കുംഭഭരണി ഉത്സവത്തെ പറ്റിയും കെട്ടുകാഴ്ചകളെ പറ്റിയും ഒക്കെയായിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ടോപ്പിക്കായിരുന്നു കുത്തിയോട്ടം എന്ന് പറയുന്നത്. കുത്തിയോട്ട ഗാനങ്ങൾക്ക് പോലും ഒരു ശൈലിയുണ്ട്, ഒരു ഈണമുണ്ട്. കുത്തിയോട്ടത്തിൻ്റെ വലിയ ആചാര്യനായിട്ട് അറിയപ്പെടുന്ന മുതുകുളം മീനത്തേതിൽ കേശവപിള്ള അദ്ദേഹം രചിച്ച ദേവി മഹാത്മ്യം എന്നുള്ള ആ ഒരു കുത്തിയോട്ടപ്പാട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിവരങ്ങൾ മാർട്ട് ഫെയിം സാഗിൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാനായിട്ട് കൂടെയുള്ളത് അഭിലാഷ് വിജയമോഹനൻ നായർ എന്ന് പറയുന്ന സാറാണ്. കുത്തിയോട്ടത്തിൻ്റെ ഈരടികളും താനോട്ടവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും, തീർച്ചയായിട്ടും ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ചെട്ടികുളങ്ങരയുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോ കൂടെ കാണുവാനും ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചെട്ടികുളങ്ങര അമ്മയെ ശരണം. ചെട്ടികുളങ്ങര ഭഗവതിയുടെ കുത്തിയോട്ട പാട്ടുകളെ പറ്റി എൻ്റെ അറിവിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് തെറ്റുകുറ്റങ്ങളോ പിഴകളോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ തിരുത്ത് പ്രിയപ്പെട്ട മാത്യുവിൻ്റെ വീഡിയോൻ്റെ താഴെ കുറിക്കാവുന്നതാണ്. എൻ്റെ അറിവിൽപ്പെട്ട ഭഗവതിയുടെ കുത്തിയോട്ട പാട്ടുകളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കുത്തിയോട്ടത്തിനെ പറ്റിയും അതിൻ്റെ ചരിത്രത്തിനെ പറ്റിയും ഒക്കെ മുന്നാലെ പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ അതിനകത്തേക്ക് കടക്കുന്നില്ല. കുത്തിയോട്ടപ്പാട്ടിൽ അടിസ്ഥാനപരമായിട്ടുള്ള താളങ്ങളെയും താളക്രമങ്ങളെ പറ്റിയും ആ കഥയുടെ ഒരു വിശദാംശവും മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുത്തിയോട്ടപ്പാട്ടുകളെ സംബന്ധിച്ച് പ്രധാനമായും ആശാന്മാരെ നമ്മൾ കുറിക്കുമ്പോൾ മൂർത്തിത്രയങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന 3 പ്രതിഭാധനരായിട്ടുള്ള കുത്തിയോട്ട ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മുതുകുളം മീനത്തേതിൽ കേശവപിള്ള അദ്ദേഹം വലിയാശാൻ, അതുപോലെ തന്നെ വെന്നിയിൽ ശങ്കരപ്പിള്ള വൈദ്യർ വലിയാശാൻ, അതുപോലെ തന്നെ ഇരഴവടക്ക് കളീക്കൽ പരമേശ്വരൻ പിള്ള പാച്ചനാശാൻ എന്നറിയപ്പെടുന്ന വലിയാശാൻ. ഇവരെ 3 പേരെയും കുത്തിയോട്ടത്തിലെ വളരെ വലിയ ആചാര്യന്മാരായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അവരെല്ലാവരും നമ്മളെ വിട്ടുപോയെങ്കിലും അവരുടെ എല്ലാം കഥകളിലൂടെയും അവരുടെ എല്ലാം കുത്തിയോട്ടത്തിലെ ചിട്ടവട്ടങ്ങൾ ക്രമപ്പെടുത്തിയ ആ ഒരു രീതിയിൽ കൂടെയും അവരെല്ലാവരും ഇന്നും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ദൈവിക തുല്യരായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മുതുകുളം മീനത്തേതിൽ കേശവപിള്ള ആശാൻ എഴുതിയ ദേവി മഹാത്മ്യത്തിനെ അവലംബിച്ചുകൊണ്ടുള്ള കുത്തിയോട്ട പദങ്ങളുടെ ഒരു ക്രമങ്ങളെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ സർവ്വലക്ഷണ സംയുക്തമായിട്ടുള്ള കുത്തിയോട്ടപ്പാട്ടായിട്ട് കരുതപ്പെടുന്ന ദേവി മഹാത്മ്യം, ആ ഒരു കൃതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അതിനകത്തെ ഓരോ ചിട്ടവട്ടങ്ങളും പറയുന്നതിനോടുകൂടി മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതൊരുവിധം എളുപ്പത്തിൽ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. മുതുകുളം മീനത്തേതിൽ കേശവപിള്ളയാശാൻ രചിച്ച ദേവി മഹാത്മ്യത്തിൽ 7 പാദങ്ങളായിട്ടും മംഗളശ്ലോകത്തോടും കൂടിയാണ്, മംഗളത്തോടും കൂടിയാണ്, 8ാമതായിട്ടൊരു മംഗളത്തോടും കൂടിയാണ് ഈ കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. 1ാം പാദം, അതായത് കുത്തിയോട്ടപ്പാദങ്ങളിൽ നമ്മൾ 7 പാദങ്ങളെന്ന് പറഞ്ഞാലും താനവട്ടങ്ങളുടെ ക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളിൽ കൂടിയാണ് ഇത് ഘടമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മളുടെ ഈ കഥകളിലെ പാദങ്ങളിൽ താനവട്ടങ്ങളുടെ ക്രമങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളിലും വ്യത്യാസങ്ങളിലുമാണ് പാദങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 1ാം പാദം പറയുമ്പോൾ തന്നെ ഭദ്രേ ഭഗവതി ഭക്താർത്തി ഭഞ്ജനി ഭദ്രകാളീനതമർത്യപാളി മത്താളിന മധു കൈടപമത്തേ ബഹരീന്ദ്രി തവ പത്തേ ഗതി വിപത്താർക്കു മാറ്റാൻ. ഈ 1ാം പാദത്തിൽ തന്നന്നാ താനന്നാ തന്നാനായി താനേ താനന്നാനാനന്നേ തന്നാനാ തന്നന്നാ താനന്നാ തന്നാനായി താനേ താനന്നാനാനന്നേ തന്നാനാ. ഇതാണ് 1ാം പാദത്തിൻ്റെ ക്രമം. ഈ ഭദ്രേ ഭഗവതി ഭക്താർത്തി ഭഞ്ജനി ഭദ്രകാളീനത മർത്യപാളി എന്ന ആ ഒരു 1ാം പാദം തുടങ്ങുന്നത് ഭഗവതിയെ സ്തുതിക്കുന്നതായിട്ടാണ്. അതിനകത്ത് കഥാപ്രതിപാദ്യമായിട്ടൊന്നുമില്ല. ഭഗവതിയുടെ മഹിമകളും ഭഗവതിയുടെ വീര ഇതിഹാസങ്ങളും ചെയ്തികളും എല്ലാം ആ ഒരു സ്തുതിയിൽ അടങ്ങിയിരിക്കുന്നു. കുത്തിയോട്ടത്തിൻ്റെ 2ാം പാദത്തിലേക്ക് വരുമ്പോഴത്തേക്കും നാൻമുഖൻ, അതായത് ബ്രഹ്മാവിൻ്റെ വരബലത്താൽ ശുംഭനിശുംഭന്മാർ എന്ന് പറയുന്ന അസുരന്മാർ, അവരുടെ മതം പെരുത്തു, അഹങ്കാരം പെരുത്ത് ദേവലോകവും ഇക്കണ്ട 14 ലോകങ്ങളും കീഴ്പ്പെടുത്തി അവർ ചെയ്തു വെച്ച അനർത്ഥങ്ങളും ദേവകൾ അനുഭവിക്കുന്ന പീഡകളും എല്ലാം 2ാം പാദത്തിൽ പ്രതിപാദ്യമാകുന്നു. അതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരത്ത നാൻമുഖവരത്തിനാൽ മതം പെരുത്തൊരു സുംബനിസുംബന്മാർ കരുത്ത
ഈശ്വരപ്പോഴേ കരസ്ഥമാക്കിന സമസ്ത ലോകവും സമർത്ഥന്മാർ. തന്തന്താനന്നെ താനേ തന്തന്നെ താനേ തന്തന്നെ താനന്നാം. തന്തന്താനന്നെ താനേ തന്തന്നെ താനേ തന്തന്നെ താനന്നാം. തുടർന്ന് മൂന്നാം പാദത്തിൽ ചണ്ടമുണ്ടന്മാർ, അതായത് സുംബനിസുംബന്മാരുടെ ഭൃത്യരായിട്ടുള്ള ചണ്ടമുണ്ടന്മാർ ഭഗവതിയെ മഞ്ഞണിക്കുന്നില്ല, അതായത് ഹിമാലയത്തിലായിട്ട് ഭഗവതി ഇരിക്കുന്നത് കണ്ട് അവർ ആ കാഴ്ച, ഭഗവതി അവതീർണയായി ദേവകളുടെ പ്രാർത്ഥനയോടുകൂടി ഭഗവതി അവതീർണയായി അവതാരം ചെയ്യുകയും ഈ ഒരു ലക്ഷ്യത്തിനെ സാധൂകരിക്കുന്നതിനായിട്ട് ഭഗവതി മഞ്ഞണിക്കുന്നില്ല, അതായത് ഹിമാലയത്തിലേക്ക് അമ്മ ചെന്ന് ഇരിക്കുന്നതായിട്ടുമുള്ള കാഴ്ച സുംബനിസുംബന്മാരുടെ ഭൃത്യന്മാരായിട്ടുള്ള ചണ്ടമുണ്ടന്മാർ കാണുകയും തുടർന്ന് അവർ സുംബനിസുംബന്മാരോട് പോയി ഈ കാഴ്ച വർണ്ണിക്കുന്നതുമായിട്ടുള്ള ഒരു കഥാഗതിയാണ് നമുക്ക് മൂന്നാം പാദത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് തുടങ്ങുന്നത് ജംഭവൈരി മകൂട്ട രൂഢമണി പ്രോലസൽപാദപീഠ സുംബദൈത്യേന്ദ്രചൂട മണി ശൃണു കമ്പിത ശേഷകേടാം. തെയ്യത്താം തന്തന്നി തന്നാനാം താനൈ തന്തം താനി തന്നാനാം. തന്തന്തനി താനാ താനൈ തന്തം താനി തന്നാനോ തെയ്യത്താം. തുടർന്ന് നാലാം പാദത്തിൽ ഭഗവതിയെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ കേട്ട സുംബനിസുംബന്മാർ ഇത് കേട്ട് വിവശരായിട്ട് ഭഗവതിയുടെ അടുത്തേക്ക് ഒരു ദൂതനായിട്ട് തങ്ങളുടെ ദാസനായിട്ടുള്ള സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിടുന്നതായിട്ട്, അസുരനെ വിടുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അമ്മയുടെ വർണ്ണനയാണ്, ഭഗവതി ഇരിക്കുന്ന ആ സ്ഥലത്ത് അവർ ചെന്ന് ഭഗവതിയെ കാണുന്നതായിട്ടും, അതായത് വാഗ്മിയായിട്ടുള്ള സുഗ്രീവൻ ചെന്ന് പറഞ്ഞാൽ ഏതൊരാളും അവരുടെ വശത്തകപ്പെടും എന്നുള്ള ഒരു ചിന്തയാലാണ് സുംബനിസുംബന്മാർ ഈ ഭഗവതിയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ സുഗ്രീവനെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അതിൻ്റെ വർണ്ണനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാടകടോളകിലാടി വസിപ്പൊരു പേടമാൻ കണ്ണീതൻ മോടികൾ കണ്ടുള്ളാടിയുഴന്നതവാടിപ്പാരം. തെയ്തൈ തന്നെ നാനേ 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 തന്നാനായി താനേ താനാനേ താനകതിത്തൈ തന്നാനാം. തെയ്തൈ, ഇതാണ് നാലാം പാദത്തിൻ്റെ താനവട്ടവും ആ കഥയുടെ തുടക്കം. തുടർന്ന് ഇനി നമ്മൾ അഞ്ചാം പാദത്തിലേക്ക് വരുമ്പോൾ ആ അഞ്ചാം പാദം തൊട്ട് കൂടുതലും ചടുലതയും വേഗതയും ഒക്കെ പാട്ടിന് കൈവരുന്ന ഒരു രീതിയിലേക്ക്, ആ ഒരു സരണിയിലേക്കാണ്, ഒരു കുമ്മിയുടെ സരണിയിലേക്ക് ഈ ഒരു കഥകൾ കയറുന്നതായിട്ട് നമുക്ക് കാണാം. പ്രധാനമായും കുത്തിയോട്ട വഴിപാടുകളോടനുബന്ധിച്ച് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചുവട് വെച്ച് പരിശീലിപ്പിക്കുന്നത് ആദ്യത്തെ 1, 2, 3, 4 പാദങ്ങൾ വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ചുവട് അഭ്യസിപ്പിക്കുന്നത്. അഞ്ചാം പാദം തൊട്ടിട്ട് കുമ്മിയുടെ സരണിയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ താളാത്മകവും കൂടുതൽ ചടുലതയും വേഗതയും ഒക്കെ അതിന് കൈവരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ അഞ്ചാം പാദത്തിൽ കഥ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാം പാദത്തിലും ഭഗവതിയെ സുംബന്റെ ദൂതൻ ആയിട്ട് വന്ന സുഗ്രീവൻ അദ്ദേഹം ഭഗവതിയെ വശപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അഞ്ചാം പാദത്തിൻ്റെ തുടക്കത്തിൽ നമുക്കത് തന്നെ കാണാം. അതായത് ഭഗവതിയാണെന്നറിയാതെ അതൊരു വെറും സ്ത്രീയായിട്ട് കണ്ട് അബലയാണെന്നും മറ്റും അമ്മയുടെ കുറവുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് വീണ്ടും വശപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അഞ്ചാം പാദത്തിൻ്റെ താനവട്ടം പരമബല ഗണമണിയും മണിമകുടക്കല്ലേ പൊരുവതിനോ മൃദുലതനോ കുതിയവനോടതുനാം തന്നനായി നാനന്നായി തനനന്നായി നാനോ താനാനായി താനന്നായി തനനന്നായി നാനോ. അപ്പോൾ ആ ഒരു രീതിയിൽ അഞ്ചാം പാദത്തിലും ഒരു കുമ്മിയുടെ ഗണത്തിലേക്ക് വരികയാണ് ഇപ്പോഴും. തുടർന്ന് ആറാം പാദം വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ദൂതൻ ചെന്ന് തിരിച്ചവരോട് കാര്യങ്ങൾ ഉണർത്തിക്കുന്നതും സുംബന്മാരോട് കാര്യങ്ങൾ ഉണർത്തിക്കുകയും തുടർന്ന് അവരുടെ പടകളെ ഭഗവതിയെ കീഴ്പ്പെടുത്തുന്നതിനായിട്ട് ഹൈമവത ഭൂവിലേക്ക് അയക്കുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ആറാം പാദം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചണ്ടമുണ്ടന്മാരെ എന്ത് ചെയ്യുന്നു, ഭഗവതിയെ കീഴ്പ്പെടുത്താനായിട്ട് അതിനു മുമ്പ് ഏതാനും ചില പടക്കൂട്ടുകളെ, അതായത് അവരുടെ വൃന്ദങ്ങളെ, അനുചര വൃന്ദങ്ങളെ അയക്കുന്നുണ്ടെങ്കിലും അവരെയെല്ലാം ഭഗവതി നിഗ്രഹിക്കുന്നതായിട്ട് കണ്ടിട്ട് ചണ്ടമുണ്ടന്മാരെ
എന്താണ് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ എന്താണ് പിടിച്ചിഴച്ചു കൊണ്ടുവരാനായിട്ട് ചിക്കനെ കൂന്തലൂക്കിൽ പിടിച്ചിഴച്ചാക്കു നീ എൻ്റെ കാൽക്കൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയെ പിടിച്ചിഴച്ച്, അതായത് കീഴ്പ്പെടുത്തി അഥവാ വശപ്പെട്ടില്ല എങ്കിൽ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവരാനായിട്ടും പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ചണ്ടമുണ്ടന്മാരെ 6-ാം പാദത്തിൽ എന്ത് ചെയ്യുന്നു? 6-ാം പാദത്തിലെ കഥയിൽ ചണ്ടമുണ്ടന്മാർ ഭഗവതിയോട് എതിരിടാൻ ചെല്ലുന്നതായിട്ട് ഹിമവാങ്കൽ, അതായത് ഹൈമവത ഭൂവിലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ താനവട്ടം അത് കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ചണ്ടമുണ്ടർ ദാനവ പെരും പടയൊടുത്തു ചണ്ഡികാ സമീപമെത്തിനാർ അതിജവേന തന്നനാനനാനനാനനോയ് തനനനായി തന്നനാനനാനനാനനോയ് തനനനായി. ആ ഒരു രീതിയിലാണ് കഥയും അതിൻ്റെ താനവട്ടവും പോകുന്നത്. അതിനുശേഷം 7-ാം പാദം, അതായത് കഥയുടെ ആ ഒരു പര്യവസാനം 7-ാം പാദത്തിലേക്കാണ് വരുന്നത്. അതായത് ഭഗവതി യുദ്ധത്തിൻ്റെ തീവ്രത വർണ്ണിക്കുന്നതായിട്ടുള്ള 7-ാം പാദത്തിൽ 33 ദേവഗണങ്ങളും അതേപോലെ യക്ഷകിന്നര ഗന്ധർവാദി കിംപുരുഷന്മാരും സകലരും യുദ്ധം കാണുവാനായിട്ട് അണിനിരക്കുന്നതും ഭഗവതി സുംബനിസ്മന്മാരെ കൊല്ലുന്നതായിട്ടുള്ള ആ ഒരു യുദ്ധത്തിനെ മുൻപെങ്ങും നടന്നിട്ടില്ല എന്നും ഇനിയോട്ട് നടക്കാൻ സാധ്യതയില്ല എന്നും കരുതുന്ന രീതിയിൽ വർണ്ണിക്കുന്നതായിട്ട് എല്ലാവരും വാഴ്ത്തുന്നതായിട്ടാണ് ആ കഥാഗതി പോകുന്നത്. ഇതിനകത്ത് തന്നെ രക്തബീജനെ ശ്രീഭദ്രകാളി ഭഗവതി വധിക്കുന്നതായിട്ടും 7-ാം പാദത്തിൽ നമുക്ക് കാണാം. ഭഗവതിയും ഭഗവതിയുടെ അനുചര വൃന്ദവും യുദ്ധത്തിൽ ഏർപ്പെടുന്നതും തങ്ങളുടെ അരിനികരങ്ങളെ സംഹരിക്കുന്നതായിട്ടും 6-ഉം 7-ഉം പാദത്തിൽ ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു വർണ്ണനയാണ് വരുന്നത്. 7-ാം പാദത്തോടു കൂടി നിസുംഭനെയും സുംഭനെയും കൊന്ന് ഭഗവതി ജഗത്രയത്തിൻ്റെ പീഠകൾ ഒഴിച്ചു, അതായത് എല്ലാ ലോകങ്ങളുടെയും പീഠകൾ ഒഴിച്ചു ഭഗവതി എല്ലാവർക്കും സർവസമ്മതിയും സന്മംഗളങ്ങളും നൽകിയതായിട്ട് 7-ാം പാദത്തിൽ വർണ്ണിച്ച ആ ദേവി മഹാത്മ്യം കഥ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. താനാനായി തന്നനനാനന തന്നനാനനായി നാനേ താനാനായി തന്നനനാനന തന്നനാനനായി താനേ ദാരുണനാദമുണർത്തി മതിച്ചു പുളച്ചണയുന്നവരെ ഖലമർദ്ദിനി ഘോരതരം ചെറുഞാണൊലിയാലെ വിറപ്പിച്ചിത് ലോകത്രയമൂടും. താനാനായി തന്നനനാനന തന്നനാനനായി നാനേ താനാനായി തന്നനനാനന തന്നനാനനായി നാനേ. ആ ഒരു രീതിയിലാണ് കഥയുടെ സഞ്ചാരം, കഥയും അതുപോലെ തന്നെ അതിൻ്റെ താനവട്ടത്തിൻ്റെയും സഞ്ചാരം. അപ്പം 7-ാം പാദത്തോടു കൂടി കഥ 1-ാം പാദത്തിൽ ഭദ്രേ ഭഗവതിയിൽ തുടങ്ങി 7-ാം പാദത്തിൽ ഭഗവതിയുടെ ദിഗ്വിജയം എന്ന് വേണമെങ്കിൽ ഘോഷിക്കാം. ഭഗവതിയുടെ ആ ഒരു യുദ്ധ വിജയവും ലോകത്തിന് സന്മംഗളങ്ങൾ അരുളുന്നതുമായിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങൾ കുറിച്ചുകൊണ്ട് മുതുകുളം മീനത്തീതിൽ കേശവപിള്ളയാശാന് കഥ സമാപിപ്പിച്ചിരിക്കുന്നതായിട്ടും, അതായത് കഥ ഭഗവതി തൃപ്പാദത്തിൽ സമർപ്പിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. തുടർന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ 8-ാം പാദമെന്ന് പറയാനില്ല, അടുത്തതൊരു മംഗളം, അതായത് ഒരു മംഗളകീർത്തനം എന്ന രീതിയിൽ ഒരു താനവട്ടത്തിൻ്റെ ശൈലിയോടുകൂടി ജയ ജയ ലോകവന ചതുരേ ജയ ജയ ലോകേശ്വരി ത്രിപുരേ ജയ ജയ ഗൗരി പാദനാഥ ദുരിത സംഹാരി ഭക്തജന ഹൃദയ വിഹാരി വാരഗമ വിപിന മയൂരി മാഹേശ്വരി വമ്പേറിന സുംബാസുരർ മുമ്പായ നിലിംബാരികൾ അംബോഹതരാഗ മൂലമാരും മേലാൽ സമ്പൂർണമോദേന വാഴുമാറായി തന്നേനായി നാനേനായി താനേ നന്നാം തന്നേനായി നാനേനായി താനേ നന്നാം തന്നേനായി നാന താനേ നാനേ താനേ നായി നാന താനേ നാനേ താനേ നായി നാന താനേ നാനേ നാനേ നായി നാന താനേ നാനേ തന്നന്നനനാനന്നനനാനന്നനനാനന്നെ തന്നേ നായി നാനേ നായി നാനേ നന്ന താനേ നാനേ നായി നാനേ നായി താനേ നന്ന.
അങ്ങനെ മംഗളശ്ലോകം ഈ ഒരു കഥയിലും ആ ഒരു പദ്യശകലമായിട്ടും അതിൻ്റെ താനവട്ടവും അത് സമാപിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരികളുണ്ട് എങ്കിലും നമുക്കത് സമയക്കുറവ് മൂലം എല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഓംകാര പഞ്ചര പെൺകീരമേ ഹ്രീംകാര രൂപിണി ഹേ ഭവാനി ഐം ക്ലീം സൗബീജെ വാണങ്ങും നീന്തൃക്കാൽപയോജെ മോഖജിത ദിവ്യോടു രാജെ മഹാഗിരി രാജതനുജെ മനോഹര കായേ ശിവജായേ മമതായേ ഇഹ നീയേ ഗതി കായ സുഖമരുളിടണമേ ജയമായുരാരോഗ്യവും നൽകിടേണം തന്നേനായി നാനേനായി നാനേ നന്നായി. അതെ താനവട്ടത്തോടുകൂടി ഭഗവതി ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വസന്മംഗളങ്ങളും നൽകട്ടെ എല്ലാവർക്കും എന്നുള്ള രീതിയിൽ ഭഗവതിയുടെ ആ ഗുണവിശേഷങ്ങളോടുകൂടി മംഗളത്തോടുകൂടി ഈ ദേവി മഹാത്മ്യം കഥ മീനത്തേതിൽ കേശവപിള്ള ആശാൻ എന്ന പരമാചാര്യൻ അദ്ദേഹം അത് ഭഗവതിയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു വീഡിയോയിൽ ഞാനോ മറ്റുള്ളവരോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുകയും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിത് അറിയാത്ത ചരിത്രങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്കിനി അറിയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മഹത്വം ശരിക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോട് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് റെസ്പോൺസ് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായിട്ടും ഈ ഒരു ഉത്സവം എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സ്നേഹത്തോടെ നമസ്കാരം.